അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. മുഖ്യമന്ത്രിയുടെ വാഹനം കുഴിയിൽ വീഴാതിരിക്കാൻ കറങ്ങിയത് 16 കിലോമീറ്റർ. വെരി ഗുഡ്. കുഴി നിറഞ്ഞ കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര മുഖ്യമന്ത്രി ഒഴിവാക്കി. അടുത്ത ദിവസം നമ്മുടെ ന്യൂയോർക്കിൽ ഉള്ള ഒരാൾ, നമ്മളൊരു സാധാരണക്കാരനാണ്, ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു. മകനുണ്ട്, മകൻ ഡിഗ്രി മെഡിക്കലിന് പഠിക്കുകയാണ്. താൻ എന്ത് തേങ്ങാ കൊലയാണോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? പറയാണ് അയാളെ അമ്മയുടെ വീട് തൃശ്ശൂരാണ്, അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ്. അപ്പോൾ തൃശ്ശൂർ പാലക്കാടേക്ക് പോയി. അങ്ങനെ അല്ലെന്ന് ഇപ്പൊ ആരെങ്കിലും പറഞ്ഞോ? ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ബെസ്റ്റ്. നീ അങ്ങോട്ട് നോക്കി. സംസ്ഥാനത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി, നിങ്ങൾ ഈ റോഡ് കാണണം, ഈ വഴിയിലൂടെ സഞ്ചരിക്കണം. താങ്കൾ വഴിമാറിപ്പോയതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല. ശരി ശരി, ആ സാഹചര്യം നോക്കണ്ടേ. മുഖ്യമന്ത്രിക്ക് വഴിമാറി പോകാം, എത്ര കിലോമീറ്റർ വേണമെങ്കിലും വളഞ്ഞു പോകാം. അതിന് ഔദ്യോഗിക വാഹനമുണ്ടല്ലോ. അത് ശരിയാ, അത് ശരിയാ. സർക്കാർ ചെലവുമുണ്ട്. മുഖ്യമന്ത്രിക്ക് എങ്ങനെ വേണമെങ്കിലും പോകാലോ, നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ നാട്ടുകാരിങ്ങനെ പോക്കോട്ടെ എന്നാണ് അവര് തീരുമാനിച്ചിരിക്കണേ. ഇതുപോലൊരു നാറിയ ഭരണം. ഇനിയിപ്പോ റോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ യാത്ര ട്രെയിനിലാക്കിയാൽ മതി, പ്രശ്നം തീർന്നില്ലേ? കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്.